അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചോ? എടാ നീ ഇപ്പൊ എവിടെയാ? ഞാൻ വന്ന ടാക്സി വഴിയിൽ വെച്ച് കേടായി. ആ സമയത്താ ഈ സംഭവം നടന്നേ. അവൻ എന്നെ ഒന്നും ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അവൻ പരാജയപ്പെട്ടു. അവന്റെ കാലിൽ എന്തോ കുരുങ്ങിയ നിലത്ത് വീണു. ആ തക്കത്തിനാ ഞാൻ രക്ഷപ്പെട്ടെ. ആ സമയത്ത് മറ്റൊരു ടാക്സി എത്തുകയും ചെയ്തു. രുദ്രന്റെ കൂടെയുള്ള ഈശാനല്ലേ നിന്നെ പിടികൂടാൻ വന്നത്? ആ അതെ, അവൻ തന്നെ. അവൻ എന്താ സംഭവിച്ചത്? അവൻ വീണതാണോ അതോ ആരെങ്കിലും അടിച്ച് താഴെ ഇട്ടതാണോ? അവൻ എന്താ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. വൃന്ദേ, നീ സേഫ് ആണല്ലോ അല്ലേ? ഞാനിപ്പോ സേഫാ. സൂര്യമംഗലത്ത് എത്തിയതിനു ശേഷം ഞാൻ വിളിക്കാം. വൃന്ദേ തനിച്ചു വിട്ടത് പ്രശ്നമല്ലോ. നമ്മൾ ആരെങ്കിലും പുറത്തിറങ്ങാൻ കാത്തിരിക്കുക അവന്മാര്. അമര നോട്ടപ്പുള്ളികളല്ലേ നമ്മള്. ആരവനെ കൈ കിട്ടുന്നത് വരെ അവന്മാര് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ നിരീക്ഷണം അത്ര ശരിയല്ല. നമ്മൾ പ്രതികരിക്കാത്തതുകൊണ്ട് അവന്മാരിങ്ങനെ ചെയ്യുന്നു. ഇതിങ്ങനെ തുടങ്ങിയ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? വൃന്ദ വരട്ടെ. ഇഷാൻ വൃന്ദയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. എന്താ? ആരവനെ അവന്മാർക്ക് കിട്ടിയിട്ടില്ല. ആരവനെ അവന്മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ വൃന്ദയ്ക്ക് പുറകെ ഇഷാൻ പോവില്ലായിരുന്നല്ലോ. ആരോ പോയത് എന്തിനാന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അവൻ എന്തിനാ പോയെന്ന് അവന് മാത്രമേ അറിയൂ. എങ്ങോട്ടാ മേഡം പോകേണ്ടത്? മനയിലേക്കല്ല, ഹോസ്പിറ്റലിലേക്ക് ആദ്യം പോകേണ്ടത്. ഇവിടെ ഏത് ഹോസ്പിറ്റലാ മേഡം? ഞാൻ പറയാം. ആ ശരി. ഹലോ, ആ മോളെ, നീ എവിടെത്തി? ഞാൻ സൂര്യമംഗലത്ത് എത്താറായി. ഏത് ഹോസ്പിറ്റലിലാ മുത്തശ്ശൻ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം. എനിക്ക് മുത്തശ്ശനെ ഒന്ന് കാണണം. മോളെ, നീ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട കാര്യമില്ല. മുത്തശ്ശന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഡിസ്ചാർജായി. ഞാൻ ബില്ലടിച്ചിട്ട് നിൽക്കുക. നീ നേരെ മനയിലേക്ക് പൊയ്ക്കോ. ഞാൻ മുത്തശ്ശനെയും കൂട്ടി അങ്ങെത്താം. അത് ശരിയാവില്ല ഓപ്പോളെ. മുത്തശ്ശനെ കാണാനും കെയർ ചെയ്യാനുമാ ഞാൻ ഇത്രയും ദൂരമൊക്കെ ഓടി വന്നത്. അതിനെന്താ, മുത്തശ്ശൻ മനയിലേക്കല്ലേ വരുന്നത്. നിനക്ക് കെയർ ചെയ്യാലോ. നീ മനയിലെത്തിയിട്ട് നമ്മുടെ ഡ്രൈവറെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാ മതി. ഓപ്പോളെ, മുത്തശ്ശൻ എന്നെ കാണാൻ കാത്തിരിക്കുകയായിരിക്കും. ഞാൻ അങ്ങോട്ട് വരാതിരുന്ന മുത്തശ്ശൻ പിണങ്ങും. നിന്റെ മുത്തശ്ശനാ പറഞ്ഞ് നിന്നെ ഇങ്ങോട്ട് വരുത്തണ്ടാന്ന്. നീ യാത്ര കഴിഞ്ഞ് വരികയല്ലേ. നീ മനയിലെത്തി കുറച്ചു സമയം റെസ്റ്റ് എടുക്ക്. അപ്പോഴേക്കും ഞാനും മുത്തശ്ശനും അങ്ങോട്ടേക്ക് എത്താം. നീ വണ്ടി പറഞ്ഞയച്ചാ മതി. ഓപ്പോളെ, മുത്തശ്ശന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. മെഡിസിനൊക്കെ വാങ്ങി. നീ മനയിലെത്തിയിട്ട് വണ്ടി പറഞ്ഞു വിട്. ഞങ്ങള് വന്നേക്കാം. ശരി ഓപ്പോളെ. ചേട്ടാ, ഹോസ്പിറ്റലിലേക്ക് പോണ്ട, മനയിലേക്ക് എന്നെ വണ്ടി വിട്ടോ. ശരി മാഡം. മോളെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വരൂ. ദാ മോളെ താക്കോല്. കേശവേട്ടാ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയതാ. അപ്പോൾ ഒപ്പോൾ പറഞ്ഞു അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. മുത്തശ്ശൻ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അവര് ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യാ. കേശവേട്ടൻ വണ്ടിയെടുത്ത് അങ്ങോട്ട് ചെല്ലും. മോള് വരുന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ മുത്തശ്ശനെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നേ. അവര് വരുമ്പോഴേക്കും ഞാൻ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിടാം. കേശവേട്ടൻ പൊയ്ക്കോളൂ. ഓപ്പോളെ, ഞാനിങ്ങ് എത്തിയിട്ടോ. ആ, കേശവേട്ട ഇവിടെ തിരിച്ചിട്ടുണ്ട്. ആ ശരി.
മുത്തശ്ശന് പെട്ടെന്ന് എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഈ മനയിൽ ഇതുവരെ കള്ളന്മാരാരും വന്നിട്ടില്ല. ആർക്കും ഏത് സമയവും മുത്തശ്ശനെ കാണാനും വരാം. ഇവിടെ ഇതുപോലൊരു സംഭവം ഇതുവരെ നടന്നിട്ടുമില്ല. പിന്നെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പരദേവതയുടെ കോപമായിരിക്കോ? വൃന്ദേ, വൃന്ദേ, മുത്തശ്ശനും അപ്പോഴും വന്നോ? വൃന്ദേ, മുത്തശ്ശന് സുഖമില്ലാതെ വീണിട്ട് നീ ഇവിടെ വെറുതെ ഇരിക്കാണോ? ഈ ഡോറ് ഞാൻ അടച്ചതാണല്ലോ. നിന്നെ എത്ര കരുതലോടെ വാത്സല്യത്തോടെ വളർത്തിയ മനുഷ്യൻ അദ്ദേഹം. അദ്ദേഹം നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നീ അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? മുത്തശ്ശൻ എന്നെ പൊന്നുപോലെ വളർത്തിയത്. എനിക്കൊരു ചെറിയ പനി വന്നാൽ പോലും മുത്തശ്ശൻ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുമായിരുന്നു. പാവം എന്റെ മുത്തശ്ശൻ. എന്നിട്ട് നീ നിന്റെ മുത്തച്ഛന് വേണ്ടി എന്ത് ചെയ്തു? നീ ഇവിടെ വന്നിട്ട് കുറെ നേരം ആയല്ലോ. ആ മനുഷ്യന് വേണ്ടി നീ പരദേവതയോട് പ്രാർത്ഥിച്ചോ? ഈ സമയത്ത് പൂജാമുറിയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കല്ലേ വേണ്ടത്? മുത്തശ്ശന് വേണ്ടി എനിക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നത്? പരദേവതയോട് പ്രാർത്ഥിക്കല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? പ്രാർത്ഥിക്കണം, മുത്തശ്ശന് വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം.